Hi friends, welcome back. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡുവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ലഡു ഉണ്ടാക്കുന്നത് കടലപ്പരിപ്പ് കൊണ്ടാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് കടലപ്പരിപ്പാണ്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml കപ്പ്. അപ്പോൾ ഞാനിത് 2 മണിക്കൂർ മുമ്പേ കഴുകിയതിന് ശേഷം കുതിർത്തി വെച്ചതാണ്. നമുക്കിതിൻ്റെ വെള്ളമൊന്ന് വാർത്ത് കളയാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ 2 ബാച്ചായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. തരിതരിപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല പേസ്റ്റ് ആയിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കലാണ്. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനായി അരച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം പേസ്റ്റ് ആയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. തരിതരിപ്പൊന്നും ഇല്ല. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മളിത് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട. ഏതാകൃതിയിലായാലും ഇട്ടെന്ന് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ചെറുതായൊന്ന് കളറിലൊന്ന് മാറി വന്നാൽ മതി. കടലപ്പരിപ്പിൻ്റെ ആ പച്ചമണലൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ലോണം തിരിച്ചും മറിച്ചെല്ലാം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കളറിൽ മാറി വന്നിട്ടുണ്ട്. ഞാനിത് കോരി മാറ്റി വെക്കലാണ്. അപ്പോൾ ഞാനിങ്ങനെ 2 ബാച്ചുകളായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സെക്കൻഡ് ബാച്ചും കൂടി ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ബൂന്തി കൊണ്ട് ലഡു ഉണ്ടാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ലഡു ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ ഇതും ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതും കോരി മാറ്റി വെക്കലാണ്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ചൂടെല്ലാം നല്ലോണം ഒന്ന് പോയി കിട്ടണം. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച കടലപ്പരിപ്പാണിത്. അപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മൊത്തമായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. അപ്പോൾ ഞാൻ ഈ സമയം കൊണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കറുത്ത മുന്തിരിയും കൂടിയിട്ട് നെയ്യിലിട്ട് വറുത്തെടുക്കലാണ്. മറ്റൊരു പാനിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് കടലപ്പരിപ്പിന് 1 കപ്പ് പഞ്ചസാര എന്താണ് അളവ്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് അലിയിച്ചെടുക്കുക. നമുക്കിത് ഒരു നൂൽ പരുവാകുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാര നല്ലോണം മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വേണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഇട്ടാൽ നല്ലൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കയ്യിലെടുത്താൽ ഒരു നൂൽ പരുവായിട്ട് വരുന്ന രീതിയിലാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച കടലപ്പരിപ്പിൻ്റെ ആ ഒരു മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ല. നല്ലോണം ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ലോ ഫ്ലെയിം ഇട്ട് വെക്കാം. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിലായിട്ട് വരണം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും അപ്പോൾ അത് വറുത്ത നെയ്യും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടി നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബോൾസ് ആക്കിയിട്ട് മാറ്റാം. അപ്പോൾ ചെറു ചൂടോടെ തന്നെയാണ് ഞാൻ ബോൾസ് ആക്കിയിട്ട് മാറ്റുന്നത്. അധികം വലുപ്പമില്ലാത്ത ഒരു ലഡുവാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലൊരു മുന്തിരിയെല്ലാം വെച്ച് കൊടുക്കുക നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട്.
നല്ലോണം ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളവ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. കുട്ടികൾക്ക് ഇഷ്ടമാണ് റെസിപ്പിയാണ് ലഡു എന്ന് പറയുന്നത്. അപ്പോൾ ബേക്കറി ഒന്നും വാങ്ങാണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ നമ്മളെ ഹെൽത്തിന് അത് നല്ലതായിരിക്കും. 1 കപ്പ് കടലപ്പരിപ്പ് വെച്ചിട്ട് എനിക്ക് ഏകദേശം ഈ ഒരു സൈസുള്ള 20 ലഡു ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ച് വലിപ്പത്തിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വലിപ്പത്തിൽ ഉണ്ടാക്കിയാൽ മതി. അന്നേരം എണ്ണത്തിൽ കുറവ് വരും. ഞാൻ മുഴുവനായിട്ടും ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.